നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങൾ കണ്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. പിന്നീട് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ചില ദൃശ്യങ്ങൾക്ക് കൂടി ഈ നാട് സാക്ഷിയായി. ATM കവർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ന്യൂസ് 18 പങ്കുവച്ചു. അതിനുശേഷം ആ കുറ്റവാളികളെ പിടികൂടുന്ന രീതിയും ന്യൂസ് 18 എക്സ്ക്ലൂസീവായി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് സ്പോട്ട് ലൈവ് നൽകുന്നത്. എല്ലാവർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. அதாவது போலீஸ் வந்து கண்டிப்பா உங்களுக்கு கீழே குனிஞ்சு போனா இருந்தாலும் யாருக்கும் எந்த கேஷுவாலிட்டி ஆயிரும் புரியுதா? அவ்வளவுதான் சார். அப்படிங்களா? மறந்து ஒருத்தர் ஃபயர் பண்ண வேண்டிய ஒரு சூழ்நிலை வந்தது, பண்ணியிருக்காங்க. ஹாஸ்பிட்டல் இன்டிமேஷன் பார்த்துட்டு ஹாஸ்பிட்டல் நிலவரம் பார்த்துட்டு உங்க எல்லாருக்கும் நாங்க தகவல் சொல்றோம். கொஞ்சம் வெயிட் பண்ணுங்க, முழு தகவலை சொல்றோம். தமிழ்நாடு ரொம்ப பரபரப்பா எதிர்பார்த்துட்டு இருக்கு. அதனாலதான் 6 பேர் அரெஸ்ட் அப்படிங்கிறாங்க. பகேரியா கொள்ளையர்கள் அப்படிங்கிறாங்க. உறவினர்களும் இங்க வந்து முழு தகவலும் நாங்க வந்து சொல்லுவோம். எங்களோட போலீஸ் வந்து ஹாஸ்பிட்டல் அட்மிட் ஆயிட்டாங்க. இப்போ என்னாச்சுன்னு சொல்லி கிட்ட விசாரிச்சாதான் முழு முழு தகவலையும் உங்களுக்கு ஹாஸ்பிட்டல்ல இருக்க போலீஸ் என்கொயரி பண்ணிட்டு அதுக்கப்புறமா பள்ளிப்பாளையம் நாங்க போறோம். போலீஸ் வந்து 2 பேரும் அங்க இன்ஜுரி ஆகி அட்மிட் ஆயிருக்காங்க. அவங்களுக்கு என்ன மாதிரி இது இருக்குன்னு சொல்லி பார்த்துட்டு அவங்களை விசாரிச்சுட்டு உங்களுக்கு முழு தகவல் அதான் போறோம்ப்பா. യെസ്, നാടിനെ വിറപ്പിച്ച ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. നാടിനെ വിറപ്പിച്ച തൃശ്ശൂരിലെ ATM കവർച്ചയെക്കുറിച്ച്. 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. തട്ടിയെടുത്ത രൂപയുമായി കണ്ടെയ്നറിൽ കടന്ന സംഘത്തെ തമിഴ്നാട്ടിൽ വെച്ച് പിടികൂടി. കണ്ടെയ്നറിൽ ആയുധങ്ങളുമായാണ് സംഘം സഞ്ചരിച്ചിരുന്നത്. സാഹസികമായാണ് തമിഴ്നാട് പോലീസ് ഇവരെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയത്. ഏറ്റുമുട്ടലിൽ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. കവർച്ചാ സംഘത്തിലെ ഒരാൾക്കും 2 പോലീസുകാർക്കും പരിക്കേറ്റു. ഈ വിഷയം ആദ്യം പരിശോധിക്കാം. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. പണവുമായി രക്ഷപ്പെട്ട പ്രതികൾ ഏറ്റുമുട്ടലിന് ഒടുവിൽ നാമക്കല്ലിൽ നിന്നാണ് പിടിയിലായത്. ഇൻസ്പെക്ടർ തവമണി, രഞ്ജിത് കുമാർ എന്നിവർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു. എന്നോടൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഷംന ചേരുന്നു. ഐഷത്തുൽ, ഷംന, സിനിമാ കഥകളിലൊക്കെ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അതേ രീതി ഒരു കണ്ടെയ്നറിൽ കാർ ഒളിപ്പിച്ച് കൊള്ളസംഘം വരുന്നു. അവർ പോലീസ് തടയുമ്പോൾ നിൽക്കുന്നില്ല. പിന്നെ ഏറ്റുമുട്ടലിലേക്ക് കലാശിക്കുന്നു. പോലീസിന് പരിക്കേൽക്കുന്നു. അതിൽ ഒരാളെ പോലീസിന് വെടിവെച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപക്ഷെ ഒരു നാടിനെ വിറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഏറ്റുമുട്ടലാണ് നാമക്കല്ലിൽ നമ്മൾ കണ്ടത്. ന്യൂസ് 18 അതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. നമുക്ക് അവിടെ നമ്മുടേതായ പ്രതിനിധിയുള്ള ഒരു ഇടം എന്ന നിലയിൽ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ നാമക്കല്ലിലും പ്രതിനിധിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, മാധ്യമപ്രവർത്തകനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ആദ്യം ന്യൂസ് 18 പുറത്തുവിടാൻ കഴിഞ്ഞു. എത്ര ഭീതിതമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഷംന മനസ്സിലാക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിൽ അത്രയും അധികം ആസൂത്രിതമായ വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്ത ഒരു റോബറി എന്ന് അല്ലെങ്കിൽ ഒരു തട്ടിപ്പെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തൃശ്ശൂരിനെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ ഒരു കവർച്ച നടന്നിട്ടുള്ളത്. പുലർച്ചെ 2:10 ആദ്യത്തെ കവർച്ച നടക്കുന്നു. അത് മാപ്രാണം ATMിലാണ് ആദ്യത്തെ കവർച്ച. പുലർച്ചെ 2:10 നടക്കുന്നു. പോലീസിന് അലാം കിട്ടി.
കൂട്ടി അവിടെ എത്തുന്നതോടുകൂടി തന്നെ അടുത്ത ATM-ലോട്ട്, അതായത് കോലാഴി ATM-ലോട്ട് പോകുന്നു. അവിടെ കവർച്ച നടത്തുന്നു. അതിനുശേഷം ഷൊർണൂർ റോഡിലുള്ള മൂന്നാമത്തെ ATM-ഉം കവർച്ച നടത്തുന്നു. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ എന്ന് വേണം പറയാൻ. കാരണം മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ 3 ATM-കളിലും കവർച്ച നടത്തിയ സംഘം രക്ഷപ്പെട്ടത്. പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. 250 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, അതായത് ഈ സന്യാസിപ്പട്ടയിൽ നിന്നാണ് കൃത്യമായി ഇവരെ പിടികൂടുന്നത്. അത് തന്നെ ഇവർ ആദ്യം കവർച്ചയ്ക്ക് എത്തുമ്പോൾ മുഖംമൂടി ധരിച്ചാണ് എത്തുന്നത്. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ മറക്കാൻ വേണ്ടി ഈ ATM-ന്റെ ഉള്ളിലുള്ള CCTV-യിൽ കറുത്ത പെയിന്റ് തേക്കുന്നു. അതിനുശേഷം അവർ കവർച്ച നടത്തുന്നു. പക്ഷേ അപ്പോഴും സമീപത്തുള്ള കടകളിലെയും മറ്റും CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടുന്നത്. അത് തീർച്ചയായും പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു കാര്യം, ഈ ATM കവർച്ച നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘങ്ങൾ ATM കവർച്ച ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. മുമ്പൊരു സംഘത്തെ പിടിച്ചപ്പോഴുള്ള ചില വിവരങ്ങൾ അന്ന് പോലീസ് പങ്കുവച്ചിരുന്നു. അത് അവർ പറയുന്നത് ഇത്തരം ATM-കൾ തന്നെ എടുത്തുകൊണ്ടുപോയി അതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി അതിനുശേഷം അതെങ്ങനെ കൊള്ളയടിക്കാം, ഏറ്റവും എളുപ്പത്തിൽ അതിൽ നിന്ന് എങ്ങനെ പണം അപഹരിക്കാം എന്നെല്ലാം കൃത്യമായി പഠിച്ചാണ് ഈ സംഘങ്ങൾ സാധാരണഗതിയിൽ മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകണം. അതിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവ സമ്പത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഷംന നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്നു. കൃത്യമായി എവിടെയാണ് ഈ CCTV ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ആ ക്യാമറകളിലേക്ക് കറുത്ത പെയിന്റ് അടിക്കുന്നു. പിന്നീട് ഇത് കവർച്ച ചെയ്യാനുള്ള, കൊള്ളയടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഈ കൊള്ളയടിച്ച പണം തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനിംഗ് കൃത്യമായി നടക്കുന്നു. അതിനു വേറെ ഒരു കണ്ടെയ്നർ ലോറി തയ്യാറാക്കുന്നു. ലോറിക്കകത്തേക്ക് ഈ കാറ് കയറ്റിയിടുന്നു. പിന്നെ ഈ വാഹനവുമായി പാഞ്ഞു പോവുകയാണ്. സ്വാഭാവികമായും നമ്മുടെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി പെരുമാറി ഇതിന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറി. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ വെച്ച് ഈ സംഘം അവിടെ പിടിയിലാകുന്നതും അങ്ങനെ വെറുതെ പിടിയിലാകുന്നതല്ല, ഒരു ഏറ്റുമുട്ടലിലൂടെ, അതിസാഹസികമായ ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് ഇവരെ കീഴടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആ ഏറ്റുമുട്ടൽ എത്തരത്തിലായിരുന്നു എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഷംനയ്ക്കുണ്ടാകും. അതെന്താണെന്ന് പ്രേക്ഷകർക്കായി വ്യക്തമാക്കാമോ? തീർച്ചയായും മനു, ആദ്യം ഈ തമിഴ്നാട് പോലീസ് കൃത്യമായി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിന്റെ തുടർച്ചയായി ഇവരെ കണ്ടെയ്നറിനുള്ളിലാണ് ഈ കാറ് കടത്തി രക്ഷപ്പെടുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഏകദേശം ഇതിനോട് സമാനമായ രീതിയിൽ ഒരു ATM കവർച്ചാ ശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടി തന്നെ പോലീസിന് സംശയമുണ്ടാകുന്നു. ഈ കണ്ടെയ്നറിനെ പോലീസ് കൃത്യമായി ഫോളോ ചെയ്യുന്നു. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി കണ്ടെയ്നർ ലോറി ഡ്രൈവറാണ് ആദ്യം പോലീസിന് നേരെ വെടി ഉതിർക്കുന്നത്. പോലീസിന് നേരെ അങ്ങനെ അപ്രതീക്ഷിതമായാണ് ഈ അക്രമികളിൽ നിന്നും ഒരു വെടിയുതിർക്കൽ നേരിടേണ്ടി വരുന്നത്. അതിനുശേഷം പോലീസ് അപ്പോഴൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വീണ്ടും ഇവരെ വളഞ്ഞിട്ടു. അതിനുശേഷം ഈ ലോറി ഡ്രൈവർ കണ്ടെയ്നറിൽ നിന്നും പുറത്തിറങ്ങി ഒരു ഇരുമ്പ് ആയുധവുമായി ഈ പോലീസിനെ ആക്രമിക്കാൻ ഇറങ്ങി വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അത്രയും അക്രമാസക്തമായി പ്രതികൾ ഇറങ്ങി വന്നതോടെയാണ് പോലീസും തിരിച്ച് ആ ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഏറ്റുമുട്ടൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലായി, അതായത് ഒരു സിനിമ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ കാണുന്ന തരത്തിൽ പ്രതികൾ ചാടിയിറങ്ങുന്നു, പോലീസിനെ ആക്രമിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ഇൻസ്പെക്ടർ തവമണിക്കും രഞ്ജിത് കുമാറിനുമൊക്കെ പരിക്കേൽക്കുന്നു. പോലീസ് തിരിച്ച് ആക്രമിക്കുന്നു. അങ്ങനെ ഒരു സാഹസികമായ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഇവർ പിടിയിലാകുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമാണ്. നേരത്തെ ആയുധങ്ങളുമൊക്കെയായി ഇവർ വരുന്നു. ഇങ്ങനെ തിരിച്ച് ഈ പണവുമായി പോകുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടലുകൾ പോലീസുമായോ ഒക്കെ ഉണ്ടായാൽ അതിനെ നേരിടാൻ വരെയുള്ള തയ്യാറെടുപ്പുകളുമായാണ് ഈ സംഘം വരുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇത്തരം സംഘങ്ങൾ പിടിയിലായി കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി നാട് വിട്ടുപോവുകയൊക്കെ ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും
ഇവിടെ പോലീസ് വളരെ കൃത്യമായി അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഏറ്റുമുട്ടൽ നടക്കുന്നു. ആ ഏറ്റുമുട്ടലിലാണ് ഷംന ഒരുപക്ഷെ സൂചിപ്പിച്ചതുപോലെ ചാടിയിറങ്ങിയ ആയുധവുമായി ചാടിയിറങ്ങിയ ആ കുറ്റവാളികൾ ആണ് ഈ ഇൻസ്പെക്ടർ തവമണിയെയും രഞ്ജിത് കുമാറിനെയും ആക്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരെ അവിടെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് മറ്റു ഉദ്യോഗസ്ഥർ പറയുന്നു. IG സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ നേരിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരുടെ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം എന്താണ്? തമിഴ്നാട് പോലീസ് ഏറ്റവും പുതിയതായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ഔദ്യോഗികമായി ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം തമിഴ്നാട് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികൾ ഈ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ലോറിയിൽ നിന്നും ചാടിയിറങ്ങുന്നു. പോലീസിന് നേരെ ഈ പിന്തുടരുന്ന വേളയിൽ തന്നെ പോലീസിന് നേരെ വെടിയുതിർക്കുന്നു. എന്നിട്ട് പോലീസ് വളഞ്ഞപ്പോൾ പുറത്തിറങ്ങി മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രതികളുടെ കയ്യിൽ തോക്കുകൾ, കത്തികൾ, വലിയ ഇരുമ്പ് വടികൾ അടക്കം മാരകായുധങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം തോക്കുകൾ അടക്കം കാണിച്ച് ഇവർ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത്. വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. പോലീസ് ആ ഒരു സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയപ്പോഴാണ് പോലീസ് തിരിച്ച് വെടിയുതിർക്കുന്നത്. ആ വെടിവെപ്പിലാണ് ഒരു പ്രതി കൊല്ലപ്പെടുന്നത്. അങ്ങനെ മൊത്തം ഈ ഡ്രൈവർ അടക്കം 7 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലെ ഈ ഡ്രൈവർ കൊല്ലപ്പെട്ടു. മറ്റൊരു പ്രതിക്ക് വെടിയേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 2 പോലീസുകാർക്കും കുത്തേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. വെടിയേറ്റതല്ല, കുത്തേറ്റതാണ്. ഈ അക്രമികളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് കുത്തേൽക്കുന്നു, പരിക്ക് പറ്റുന്നു. വീണ്ടും അപ്പോഴൊന്നും ഈ പോലീസ് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് വളരെ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ അത്രയും ഇത് ഒരു അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു റാക്കറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് ആദ്യം ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പ്രതികളിൽ ചിലരൊക്കെ ഹരിയാന സ്വദേശികളാണ്. ഇവരുടെ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ അത് രാജസ്ഥാൻ രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ കണ്ടെയ്നർ ലോറിയിൽ ഇവരിത് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഓപ്പറേഷൻ നടത്താനുള്ള വാഹനങ്ങൾ അവർക്കുണ്ട്. അവർക്കൊരു പക്ഷേ കേരളത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകാം. അല്ലാതെ അവർ ഇപ്പോൾ ഹരിയാനയിൽ നിന്നൊരാൾ പെട്ടെന്ന് ഒരു ദിവസം തൃശ്ശൂരിലിരിക്കുന്ന മാപ്രാണത്തുള്ള ATM കവർച്ച നടത്താം എന്ന് തീരുമാനിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. ഇങ്ങനെ അല്ലെങ്കിൽ അവർ ഈ ATMകൾ നേരത്തെ കൂട്ടി കണ്ടുവച്ചിരിക്കണം. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയൊക്കെ ആയാണ് ഇവർ ഇത് തെരഞ്ഞെടുത്തിട്ടുണ്ടാകുക. സ്വാഭാവികമായും നേരത്തെ നടന്ന ATM കവർച്ചകളിലെ പ്രതികൾ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഒക്കെ വ്യക്തമായത് ഇതാണ്. അവർ ഈ ചില ATMകൾ നിരീക്ഷിക്കുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ആ പ്രദേശം ആളൊഴിഞ്ഞതാണ് എന്നത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ മോഷണം അല്ലെങ്കിൽ കൊള്ള ചെയ്യാൻ അനുകൂലമായ എന്തെങ്കിലും ഘടകമുള്ള ATMകളാണ് ഇവർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത ഒന്ന് തന്നെയായിരിക്കണം ഇവിടെ ആദ്യം അവർ അവിടെ എത്തിയത് മാപ്രാണത്ത്. പിന്നീട് തൊട്ടടുത്തുള്ള ATMകളിലേക്കും അവർ പോയത്. അപ്പോൾ ഷൊർണൂർ റൂട്ടിലുള്ള ATM. അപ്പോൾ ഇതൊക്കെ ആ സമയം, പ്രത്യേകിച്ച് ആ പുലർച്ചെ സമയത്ത് ആള് ഒഴിഞ്ഞ പ്രദേശമായിരിക്കും, വാഹനങ്ങൾ കുറവ് വരുന്നൊരു സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കിയായിരിക്കണം ഇവർ അവിടെ തന്നെ ഈ ഓപ്പറേഷൻ നടത്താനുള്ള പദ്ധതി തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു വലിയ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലല്ലേ ഇവരുടെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ് കരുതപ്പെടേണ്ടത്. നമുക്ക് ആദ്യം കിട്ടിയ പ്രാഥമിക വിവരം അനുസരിച്ച് 7 പ്രതികളും ഹരിയാന സ്വദേശികളാണെന്നായിരുന്നു പ്രാഥമിക വിവരം. എന്നാൽ ഇവർ ഈ കാർ അടക്കം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കണ്ടെയ്നർ ലോറി, ഇതിന്റെ രജിസ്ട്രേഷൻ രാജസ്ഥാൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഉടമ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി ഈ പറയപ്പെടുന്ന ഈ 7 പ്രതികളും ഹരിയാനയിൽ നിന്ന് തന്നെയാണോ അതോ അടുത്ത ഘട്ടത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ മറ്റ് രാജസ്ഥാൻ അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള ാണോ എന്നതിനൊക്കെ നമുക്ക് ഔദ്യോഗികമായി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നാണ്, കവർച്ച നടന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഉള്ളത് രാജസ്ഥാനിൽ നിന്നാണ്, പ്രതികൾ ഹരിയാനയിൽ നിന്നാണ്. അപ്പോൾ ഈ അന്വേഷണം ഈ മേഖലകളിലൊക്കെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ ആദ്യം എത്തിയത് ഒരു വൈറ്റ് ക്രെറ്റ കാറിലാണ്. അതിനുശേഷമാണ് കവർച്ച നടത്തിയതിനു ശേഷമാണ് ഇവർ തിരിച്ച് ഈ കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നത്. തൃശ്ശൂരിനെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് പ്രതികൾ എന്നത് കാര്യം തീർച്ചയാണ്. കാരണം മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ 3 ATMകളിലും കവർച്ച നടത്തിയത്.
നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു എ ടി എം കുത്തി തുറന്നു അങ്ങനെയൊന്നും അല്ല ഈ കവർച്ച. കൃത്യമായി പ്ലാൻ ചെയ്ത് വളരെ ആസൂത്രിതമായി ലക്ഷങ്ങൾ 66 ലക്ഷം രൂപയാണ് ഈ പ്രതികൾ 3 ATMകളിൽ നിന്നായി മണിക്കൂറുകൾ കൊണ്ട് ഈ പുലർച്ചെ 2:10 ആദ്യത്തെ കവർച്ച നടക്കുന്നു. അതിനുശേഷം വെറും 1-1.5 മണിക്കൂർ കൊണ്ട് ബാക്കി 2 ATMകളിലും കവർച്ച നടത്തി പ്രതികൾ രക്ഷപ്പെടുന്നു. അപ്പോൾ കൃത്യമായി അതിനുശേഷം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ പ്രതികൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ വളരെ കൃത്യമായി കേരളത്തെയും അല്ലെങ്കിൽ തൃശ്ശൂർ മേഖലയെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് പ്രതികൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൾ എങ്ങനെ തൃശ്ശൂരിലെത്തി, എപ്പം മുതൽ അവർ തൃശ്ശൂരിലുണ്ട്, എന്ത് പേരിലാണ് അവരെത്തിയത്, ഈ ജോലിക്കായോ മറ്റോ വന്നതാണോ അതോ ഈ കവർച്ച നടത്താനായി തൃശ്ശൂരിനെ പഠിച്ച് അങ്ങനെ എത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രതികൾ രാവിലെ 2:10 ആക്രമണം നടക്കുമ്പോഴും അവർ വളരെ പ്ലാൻഡ് ആയിരുന്നു. കാരണം ഈ പോലീസുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകും അല്ലെങ്കിൽ പോലീസ് ഇവരെ പിന്തുടരും എന്ന കാര്യത്തിൽ വരെ അവർക്ക് അവർക്ക് എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നവമി കൂടി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നവമി, പോലീസിൽ നിന്നൊക്കെ ലഭിക്കുന്ന, നമ്മുടെ കേരളത്തിലെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചന എന്താണ്? ഇവർ എങ്ങനെ തൃശ്ശൂർ വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഇനി അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് ഇവർ തൃശ്ശൂർ തിരഞ്ഞെടുക്കുന്നത് എന്നതൊക്കെ. പക്ഷേ ഇവിടെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായും തൃശ്ശൂരിൽ ഒരു മോഷണം നടത്തുന്നു, അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അവർക്ക് കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നത് സുഗമമായ ഒരു രീതിയാണ്. അവിടെ വളരെ നല്ല വൃത്തിയുള്ള ഹൈവേ ഉണ്ട്. സ്വാഭാവികമായും അത് കടന്ന് എളുപ്പം അവർക്ക് അതിവേഗം പോകാനും കഴിയും. പക്ഷേ അവിടെ നിന്ന് പോകുമ്പോൾ ഏറ്റവും മികച്ച റോഡൊക്കെ സേലത്തേക്കാണ്. അതൊക്കെ വിട്ട് ഈ കോയമ്പത്തൂരിൽ നിന്ന് സേലത്തേക്ക് പോകുന്നതിന് വഴി ഈ നാമക്കല്ലിലേക്ക് തിരിയുന്നു. അത് എന്തുകൊണ്ടായിരിക്കണം? ഒരുപക്ഷെ പോലീസ് അവർക്ക് പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം. അങ്ങനെ 100,000 സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. നവമിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പോലീസ് ഏതു തരത്തിലാണ് ഇതുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്? മനു ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുൻപ് ഞാനൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് 2021 മാർച്ച് മാസം 21-ാം തീയതി കണ്ണൂർ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ കണ്ണൂർ കണ്ണുപുരത്ത് സമാനമായ രീതിയിൽ, അതായത് 3 ATMകൾ പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് 3 ATMകൾ കൊള്ളയടിക്കപ്പെടുന്നു. അതിൽ 24 ലക്ഷം രൂപയാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ കണ്ണൂരിൽ ജോലി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നത് ആർ ഇളങ്കോ ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി പറയാം, അദ്ദേഹത്തിന് ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു മോഷണം കണ്ടപ്പോൾ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അന്ന് കണ്ണൂരിലും ഈ ഒരു മോഷണം നടന്നത് ATM ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ടാണ്. അന്ന് ഹരിയാന സ്വദേശികളായിട്ടുള്ള 3 പേരെ ആയിരുന്നു അന്ന് ഇളങ്കോവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഞാൻ ആ സംഭവം നോക്കുകയാണ്. അന്ന് ഈ പ്രതികളെ പിടിച്ചപ്പോൾ പ്രതികൾ പോലീസിനോട് പറഞ്ഞത്, അന്ന് അവിടെ DYSP സദാനന്ദൻ ആണ് ഇവരെ പ്രത്യേക സേനയൊക്കെ ഉണ്ടാക്കി പിടിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, ഇത് ഒരു ATM മെഷീൻ കൊണ്ടുപോയി ഇവരിരുന്ന്, നമ്മളൊക്കെ സാധാരണ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കാറൊക്കെ മുമ്പ് കണ്ടു പഠിക്കുന്നത് പോലെ ഇങ്ങനെയാണ് ഒരു ATM പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയാണത് പൊട്ടിക്കേണ്ടത്, ഇങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് അവർ അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആ പയ്യന്നൂർ റോട്ടിൽ ഇത് തിരക്കൊഴിഞ്ഞ സമയം, സെക്യൂരിറ്റിക്കാരൻ പ്രായമായ ആളാണ്. ഇതൊക്കെ മനസ്സിലാക്കി ട്രക്ക് ഡ്രൈവർമാരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയാണ് നവമി സൂചിപ്പിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും അതിൻ്റെ ബാക്കിയും കൂടി കേൾക്കാം. അതെ, തീർച്ചയായും മനു, ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എങ്ങനെയാണ് ഹരിയാന സ്വദേശികൾക്ക് തൃശ്ശൂർ പോലുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഇത്ര ദൂരപരിധിയൊക്കെ നിരീക്ഷിച്ച്, അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള അല്ലെങ്കിൽ കോലാഴി പോലുള്ള ഒരിടത്ത് വന്ന് എങ്ങനെ ATM മോഷണം ചെയ്യാൻ കഴിയും? കാരണം കേരളത്തിൽ ഒരുപാട് ATMകളുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ ATMകളുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ കൃത്യമായും ഇങ്ങനെയുള്ള മോഷണം
മോഷണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ ഇളങ്കോവിന്റെ ഇടപെടൽ, അദ്ദേഹം ഇത് രാവിലെ ഈ സ്ഥലം സന്ദർശിച്ച ശേഷം തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ടായി. കേരളത്തിൽ നിന്നുള്ളവരല്ല, ഇത് അന്യ സംസ്ഥാനത്തിലാണോ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അങ്ങനെ സംശയിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് അതിർത്തി പ്രദേശങ്ങളിലും അദ്ദേഹം അലേർട്ട് കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും കേരള പോലീസിനെ അഭിനന്ദിച്ചേ മതിയാകൂ. അന്ന് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ നടന്നത് പിന്നീട് ഈ കണ്ണൂർ സ്ക്വാഡാണ് ആ സംഘത്തെ പിടികൂടിയതെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. എന്നാലും സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ ഈ തൃശ്ശൂരിൽ നടന്ന ഈ കൊള്ളയ്ക്ക് അത് അവരെ പിടികൂടുന്നത് ഈ ലോറി, അതായത് ഈ കണ്ടെയ്നർ ലോറി ബൈക്കുകളെയും ഒപ്പം സ്കൂൾ വിദ്യാർത്ഥികളെയും ഒക്കെ ഇടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് നാട്ടുകാർക്ക് ഒരു വശപ്പശക് തോന്നിയാണ് അവരും ഈ ലോറിയെയും പിന്നീട് പോലീസിനെ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ഇവർ തന്നെ ഈ ലോറിയെ ഫോളോ ചെയ്യുന്ന സാഹചര്യം, പിന്നീടാണ് നമ്മൾ നേരത്തെ കേട്ടതുപോലുള്ള സംഘർഷങ്ങൾ അവിടെ നാട്ടുകാരും പോലീസും ഈ കൊള്ളക്കാരും തമ്മിലുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഇവർ തൃശ്ശൂരിലേക്ക് വന്നത്? ഇത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ ചെയ്ത, അല്ലെങ്കിൽ ഇവർ ഹരിയാനയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താമെന്ന് പ്ലാൻ ചെയ്തതല്ല. ഇത് കൃത്യമായി അവരുടെ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും അവർ ഇവിടെ വന്നതിന് ശേഷം ഈ ഓരോ ATM-ഉം കൊള്ള നടത്തിയതിന് ശേഷം അവർക്ക് തീർച്ചയായും അറിയാൻ കഴിയും. കാരണം ഇതിന്റെ ഒരു അലേർട്ട് ബാങ്കിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുമെന്നും അല്ലെങ്കിൽ പോലീസ് തങ്ങളെ തപ്പിയെത്തുമെന്നും ഇവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഓപ്പറേഷൻ നടത്തുന്ന ഒരു ടൈം ഡ്യൂറേഷൻ, അത് ആദ്യം ഒരു 10 മിനിറ്റ് കൂടുതൽ ഇവരൊരു ATM-ൽ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ആ CCTV-യിൽ നിന്നുമുള്ള സമീപ പ്രദേശങ്ങളിലെ CCTV-യിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം. അതായത് ഈ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവരുടെ ഓപ്പറേഷൻ നടത്തി അല്ലെങ്കിൽ ഇവരുടെ കൊള്ള നടത്തി അടുത്ത ATM-കളിലേക്ക് പോകുന്നു. അതായത് പോലീസ് അവിടെ എത്തുന്നതിന് മുൻപ് ഇവർക്ക് കൃത്യമായി എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള വഴി ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ കൃത്യമായി രക്ഷപ്പെടുന്നത്. എന്തായാലും ഈ പോലീസിന്റെ ഒരു ഇടപെടൽ, അത് കമ്മീഷണറുടെ ഒക്കെ ഇടപെടൽ, അത് തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് ഇവർക്ക് ഈ കള്ളന്മാരെ പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിൽ ഏറ്റവും ദാരുണമായ സംഭവം 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയെന്നുള്ളതാണ്. പക്ഷെ അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് കേൾക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. കാരണം ഇത്ര വലിയൊരു, അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഈ തമിഴ്നാട് പോലീസിന്റെയും കേരള പോലീസിന്റെയും കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കൊള്ളക്കാരെ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇതിനോടകം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഏകദേശം ഉച്ചയോടുകൂടി തന്നെ അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് തന്നെ പ്രതികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ ഇപ്പോൾ ഒരു പോലീസുകാരെ അതിക്രമിച്ച കേസ് ആ സ്റ്റേഷൻ പരിധിയിലുണ്ട്, തമിഴ്നാട് സ്റ്റേഷൻ പരിധിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ പ്രതികളെ കേരളത്തിലേക്ക് കൈമാറുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവരുടെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അതായത് പ്രതികൾ എത്ര നാളായി കേരളത്തിലുണ്ട്, ഇവരുടെ ഒപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ തൃശ്ശൂർ ആരെങ്കിലും ഇവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഘങ്ങൾ അവർ കൃത്യമായി തൃശ്ശൂരിൽ തമ്പടിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്ലാനിംഗ് ആയിട്ടുള്ള ഒരു മോഷണം, ഒരു കൊള്ള തന്നെയാണ് ഇന്ന് പുലർച്ചെ നടന്നിരിക്കുന്നത്. അതാണ് നവമി. ഇതിൽ നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ പാപ്പിനിശ്ശേരി സഹകരണ ബാങ്കിന്റെ ATM, അതുപോലെ കല്യാശ്ശേരിയിൽ ഒരു SBIയുടെ ATM, ഒപ്പം മങ്കടവിലെ ഒരു ATM, ഈ 3ഇടത്താണ് അന്ന് സമാനമായ രീതിയിൽ ഈ ATM കവർച്ച നടന്നത്. അപ്പോൾ അന്ന് ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം, ഈ ലോറി ഡ്രൈവർമാർ ഇവർക്ക് ആദ്യം ഇത് കേരളത്തിലേക്ക് വരുന്നവർ ഇത്തരം ATM-കളെ കുറിച്ചൊരു നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച വിവരങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഇവർ ഇത് ATM കവർച്ചയിൽ വലിയ പരിശീലനം നേടിയവരാണ്. ഇവർ ഒറ്റപ്പെട്ട ആളുകളല്ല, അങ്ങനെ ഒരു വലിയ സംഘം തന്നെ ഹരിയാന അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പോയി ഇവരെ പിടികൂടുക എന്നത് വലിയ ദുഷ്കരമാണ്. അപ്പോൾ ഇവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഒരു പ്രധാന കാര്യം. മാത്രവുമല്ല, ഈ പെട്ടെന്ന് തന്നെ സംസ്ഥാനം കടന്നു പോകാൻ പറ്റുന്ന തരങ്ങളിലുള്ള സ്ഥലങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. ഇപ്പോൾ കണ്ണൂരായാൽ പെട്ടെന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ അങ്ങനെ നേരെ കർണാടകയിലേക്ക് കടക്കാം. തൃശ്ശൂരാകുമ്പോൾ
പാലക്കാട് കഴിഞ്ഞ് പെട്ടെന്ന് കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലേക്ക് കിടക്കും. അപ്പോൾ പോലീസിനെ കൂടി ചില പ്രതിരോധത്തിലാക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു സ്ഥലങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ കവർച്ച പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഏതായാലും ഇളങ്കോ നവമി സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിൽ വൈദഗ്ധ്യം എല്ലാം നേരത്തെ അദ്ദേഹത്തിന് ഇത് അനുഭവ സമ്പത്ത് ധാരാളം ഉണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസും അങ്ങനെ കരുതുന്നുണ്ടോ? ഇത് ഈ 7 പേർ മാത്രം ചേർന്ന് നടത്തിയ ഒരു കാര്യമായിരിക്കില്ല. ഇവർക്ക് നേരത്തെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയവരുണ്ടാകാം. ഈ ATMകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ടായിരിക്കാം. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയ ആളുകളുണ്ടാകാം. ഇവരെ രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം എന്ന സംശയത്തിന് കൂടി വഴിയില്ലേ നവമി? തീർച്ചയായും മനു, അത് കാരണം തൃശ്ശൂർ പോലുള്ള ഒരു ജില്ല എങ്ങനെ അവർക്ക് അത് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു? അതും സ്വരാജ് ഗ്രൗണ്ടിന് സമീപമുള്ള ഒരു ATM ആണ്. അത് നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗമാണ് തൃശ്ശൂരിന്റെ സ്വരാജ് റൗണ്ട്. അതിനടുത്തുള്ള ഒരു ATMൽ തന്നെ ഇവർ മോഷണം നടത്തുന്ന എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി അതിലേക്കൂടി എപ്പോഴൊക്കെ പോലീസ് പോകും, അല്ലെങ്കിൽ പോലീസിന്റെ പെട്രോളിംഗ് എത്രമാത്രം ശക്തമാണ്, പോലീസിന്റെ നിരീക്ഷണമുള്ള ഏരിയകളാണോ, അവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ CCTV ഉണ്ട്, ഇതെല്ലാം അവർ കൃത്യമായി പഠിച്ചതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷനുമായി ഇവർ രാവിലെ തന്നെ എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഈ ഒരു 7 സംഘം അല്ലെങ്കിൽ 6 സംഘം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇവർക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ണികൾ ഉണ്ടാകും. ഈ ATMനെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ തന്നെയായിരിക്കും ഇവർക്ക് ഈ സന്ദേശങ്ങൾ കൈമാറുന്നത്. ഒപ്പം പോലീസിന്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞത് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളായി ഇവർ നടത്തിയ ഒരു പ്ലാനിംഗ്, ഒരു നിരീക്ഷണത്തിന്റെ ഫലമായി തന്നെയാണ് ഇന്ന് ഇത്തരത്തിലൊരു മോഷണം ഇവർ നടത്തിയത്. അതും ഈ തൃശ്ശൂർ വിട്ടതിന് ശേഷം അല്ലെങ്കിൽ മണ്ണുത്തി ഭാഗത്ത് വെച്ചാണ് ഇവർ ഒരു കണ്ടെയ്നറുടെ ഉള്ളിലേക്ക് കാറ് കയറ്റിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് ഇവർക്ക് കൃത്യമായി അറിയാം ഈ കാറ് പല CCTVകളിലും പതിഞ്ഞിട്ടുണ്ടാകും, പോലീസ് തങ്ങളുടെ പിറകിലുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട്. പോലീസിനെ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പോലീസ് സ്വാഭാവികമായിട്ടും ഈ കാറ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക. പക്ഷേ ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കാറ് മറച്ചു വെച്ച് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസിന് പോലും സംശയമുണ്ടാകില്ല. അത് കൊണ്ടുപോകാൻ അവർ കാണിച്ച ആ ഒരു രീതി അതുകൂടി വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും മുൻപ് ഈ നവമി സൂചിപ്പിച്ച കണ്ണൂരിൽ നടന്ന ATM കവർച്ചയിൽ പോലീസിന് വളരെ എളുപ്പത്തിൽ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു കാരണം, ഒരു ലോറിക്ക് ഈ കവർച്ച സംഘം സഞ്ചരിച്ച ലോറിക്ക് തൊട്ട് സമീപത്ത് പോയ മറ്റൊരു വാഹനത്തെക്കുറിച്ചുള്ള വിവരമായിരുന്നുവെന്ന് അന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇവിടെ അത്തരം സാഹചര്യങ്ങളുടെ ഒരു ആവശ്യം വന്നില്ല. നേരത്തെ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. ഏതായാലും നാടിനെ മുഴുവൻ നടുക്കുന്നൊരു തരത്തിൽ നമ്മുടെ സുരക്ഷ എത്രമാത്രം പ്രതിസന്ധിയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൊള്ളയാണ് ഇന്ന് രാവിലെ നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് സ്പോട്ട് ലൈവ് കടക്കുകയാണ്. പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്.